സർ നമസ്കാരം. നമസ്കാരം സർ, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് മാടമ്പികൾ വേട്ടയാടപ്പെട്ട ഒരു ചരിത്രം ഷീ ജിൻപിങ്ങിനുണ്ട്, ഇപ്പോഴത്തെ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്. പക്ഷേ ഷീ ജിൻപിങ്ങിനെ അരിയിട്ട് വാഴിക്കേണ്ടി വന്നൊരു ചരിത്രം കൂടി അതിൻ്റെ ചേർത്ത് വായിക്കേണ്ടതുമുണ്ട്. ഇപ്പോൾ കേൾക്കുന്നു ഈ മാടമ്പികളെല്ലാം കൂടി ഷീ ജിൻപിങ്ങിനെ പടിക്ക് പുറത്താക്കാൻ വേണ്ടിയുള്ള പഠിച്ച 18 പണികൾ മുഴുവനും എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന്. എന്താണ് സർ ഇതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത്? ഇത് വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിൽ കൂടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തരീക്ഷം കടന്നു പോകുന്ന ഒരു സാഹചര്യമാണിത്. ലോകത്തെ പിടിച്ചെടുക്കാൻ വേണ്ടി നിയന്ത്രണമില്ലാത്ത സാമ്രാജ്യത്വ മോഹവുമായി ഒരു കമ്മ്യൂണിസ്റ്റ് ഫാസിസ്റ്റ് ഏകാധിപതിയുടെ കീഴിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ അന്തഛിദ്രങ്ങൾ തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നുമല്ല, വർഷങ്ങളായി അതിന്റെ സൂചനകളുണ്ട്. പക്ഷെ ഇവിടെ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഓർക്കേണ്ടതുണ്ട്. ഷീ ജിൻപിങ് മാറിയിട്ട് മറ്റൊരു ഭരണാധികാരി വരുന്നതിനോ അല്ലെങ്കിൽ ഷീ ജിൻപിങ്ങിനെ നിശബ്ദനും നിസ്സഹായനുമാക്കി ഇരുത്തിക്കൊണ്ട് മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള സക്രിയമായിട്ടുള്ള ഭരണാധികാര സംവിധാനം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതും ഇപ്പോൾ വ്യക്തമല്ല. മെയ് 22 തൊട്ട് ജൂൺ 6 വരെ ഷീ ജിൻപിങ്ങിനെ ചൈന അനുവദിക്കുന്ന മാധ്യമ മേഖലയിൽ ദൃശ്യം പോലും ആയിരുന്നില്ല. ഒരു പൊതുചടങ്ങുകളിലും പങ്കെടുക്കുവാൻ അനുവദിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മുഖം പോലും കാണിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തെ എതിർക്കുന്നവർ സക്രിയവുമാണ്, അവരുടെ സാന്നിധ്യം പ്രകടവുമാണ്. അതൊരു വഴിക്ക്. ഇതിലേക്ക് വരുന്നതിന് മുമ്പ് എന്നോട് ചോദ്യത്തിന് തുടക്കത്തിൽ ചോദിച്ചൊരു കാര്യമുണ്ട്. ഷീ ജിൻപിങ്ങിന്റെ വളർച്ചയുടെയും തകർച്ചയുടെയും ആ ചരിത്രം നമുക്കൊന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് ഷീ ഷോങ് സെൻ എന്നായിരുന്നു. ഷീ ഷോങ് സെൻ മാവോ സേതുങ്ങിന്റെ കാലത്ത് 1930-കളിൽ തന്നെ പാർട്ടിയുടെ വിപ്ലവകാരികളുടെ ഇടയിൽ ശ്രദ്ധേയമായ സാന്നിധ്യമായി അദ്ദേഹം വളർന്നു വരികയായിരുന്നു. എന്നാൽ പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങളുടെ പേരിലാവാം, എന്തായാലും അച്ചടക്ക നടപടി നേരിടും. 1935-ലാണത്. ആ അച്ചടക്ക നടപടിയുടെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാത്രം, ആ പ്രത്യയ ശാസ്ത്രത്തിന് മാത്രം അനുവദിക്കാൻ കഴിയുന്ന ഒരു പാർട്ടി ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് ഈ ഷീ ഷോങ് സെന്നിനെ വധിക്കാൻ വിധിക്കുന്നു, വെട്ടി ഇല്ലാതാക്കാൻ. അതായത് പാർട്ടി സംവിധാനത്തിന്റെ തീരുമാനം അനുസരിച്ചിട്ട് ഷീ ഷോങ് സെന്നിനെ വധിക്കാൻ തീരുമാനിക്കുന്നു. വധശിക്ഷയ്ക്ക് തീയതി നിശ്ചയിച്ചു. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരൻ വിശ്വസിക്കാത്ത ആ ദൈവത്തിന്റെ ഇടപെടലാകാം, ആ ദിവസം, അതിന് തലേ ദിവസം മാവോ സേതുങ് ആ പാർട്ടി ഘടകത്തിലെത്തുന്നു. അവിടെ വെച്ച് മാവോ സേതുങ് കാര്യങ്ങളൊക്കെ കേട്ട ശേഷം വധശിക്ഷ മാപ്പാക്കി കൊടുക്കുന്നു, ഇളവ് ചെയ്തു കൊടുക്കുന്നു. അങ്ങനെയാണ് ഇന്നത്തെ ചൈനയുടെ ഏകാധിപതിയായ ഷീ ജിൻപിങ്ങിന്റെ അച്ഛൻ അന്ന് കൊലക്കയറിൽ നിന്ന് രക്ഷപ്പെട്ടത്. എന്നാൽ വീണ്ടും പാർട്ടിയിൽ പല ഘട്ടങ്ങളിലൂടെ വളർന്നു വന്ന അദ്ദേഹത്തെ 1960-കളുടെ അവസാനം അതേ മാവോ സേതുങ് തന്നെ വീണ്ടും ശിക്ഷയ്ക്ക് വിധേയനാക്കുന്നു.
പാർട്ടിയുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക്, അതായത് പാർട്ടി തെറ്റിപ്പോയവരെ അല്ല ഇടഞ്ഞു പോയവരെ മെരുക്കിയെടുക്കാൻ ഉപയോഗിക്കുന്ന ആ ക്രൂരമായ പ്രോസസ്സിന് വിധേയമാക്കുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് ഞാൻ പറഞ്ഞ ഷോങ്സിനെയും അദ്ദേഹത്തിന്റെ മകളും ഇപ്പോഴത്തെ ചെയർമാൻ, ഇപ്പോഴത്തെ അധികാരിയുടെ ഏകാധിപതിയുടെ അർദ്ധ സഹോദരിയുമായ ഷീ ഹേ പിങ് കുടുംബസമേതം അവരെല്ലാം കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് വിട്ടു. അവിടെ കിടന്ന് നമ്മളെ ഇപ്പോഴത്തെ ഏകാധിപതി ജി ജിൻപിങ്ങും അനുഭവിച്ചത് അതിക്രൂരമായ അനുഭവമായിരുന്നു. ആ കോൺസെൻട്രേഷൻ ക്യാമ്പില് അവിടെ വെച്ച് അച്ഛൻ മരിച്ചു, അർദ്ധ സഹോദരി ആത്മഹത്യ ചെയ്തു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കടന്നു വന്ന ഷീ ജിൻപിങ് ആണ് പിന്നീട് പാർട്ടിയിൽ തന്നെ ഏകാധിപതിയായിട്ട് വളർന്നു വരുന്നത്. ആ വളർന്നു വരുന്ന ചരിത്രം കമ്മ്യൂണിസത്തിന്റെ മാത്രം പ്രത്യേകതയായി ലോകം മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ അങ്ങനെ വന്ന ആളും ഏകാധിപത്യത്തിന്റെയും ക്രൂരതയുടെയും തനിക്കുണ്ടായ അനുഭവങ്ങളിൽ നിന്ന് ലോകത്തെ മുക്തമാക്കാനല്ല ശ്രമിച്ചത്. തന്നെ അടിച്ചൊതുക്കിയ ആ ഏകാധിപത്യ കമ്മ്യൂണിസ്റ്റ് ഫാസിസ്റ്റ് അധികാര ശ്രേണിയുടെ ഏറ്റവും മുകളിൽ എത്തിയ ശേഷം താൻ എതിർക്കുന്നവരെയും തന്നെ എതിർക്കുന്നവരെയും ഉന്മൂലനം ചെയ്തുകൊണ്ട് തന്റെ ഭരണാധികാരം, സ്വേച്ഛാധിപത്യം അടിച്ചുറപ്പിക്കുന്ന നടപടിയിലേക്കാണ് അദ്ദേഹം കടന്നുപോയത്. നമുക്കറിയാം, മാവോ സേതുങ് അദ്ദേഹത്തിന്റെ സാംസ്കാരിക വിപ്ലവം എന്ന് പറയുന്ന ഒരു സംസ്കാരവും ഇല്ലായിരുന്ന കർമ്മപരിപാടിക്കകത്ത് എതിരാളികളെ ഉന്മൂലനം ചെയ്തിരുന്നത് വ്യാപകമായ തോതിൽ കൊല്ലാനും കൊള്ളിവെക്കാനും അടിച്ചില്ലാതാക്കാനുള്ള അവകാശം പാർട്ടിയുടെ താഴെയുള്ള ശ്രേണികളിലൂടെ തന്നോടൊപ്പം നിൽക്കുന്നവരിലൂടെ ഷെയർ ചെയ്തായിരുന്നുവെങ്കിൽ ഷീ ജിൻപിങ് അധികാരം ഏറ്റെടുത്ത ശേഷം അദ്ദേഹം ചെയ്തത് അതിനകത്തെല്ലാം തന്റെ കണ്ണുണ്ടാകുമെന്നായിരുന്നു. അദ്ദേഹം അധികാരത്തിൽ എത്തിയ ശേഷം നടന്ന ഓരോ ഉന്മൂലനങ്ങളുടെയും പിന്നിൽ അതിന് പല പേര് പറയും. പാർട്ടി ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ്, അഴിമതി ഇല്ലാതാക്കാൻ വേണ്ടിയാണ്, പല പേരും പറയും. അതൊക്കെ ചർച്ച ചെയ്യാൻ പോയാൽ നമുക്ക് സമയം കൂടുതൽ വേണം. എങ്കിൽ ചുരുക്കി ഞാൻ പറയുകയാണ്, ഏകാധിപത്യത്തിന്റെ വഴി ഉറപ്പിച്ചു. അതിനുശേഷം ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിന്തകൾക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനയ്ക്കുള്ളിൽ തന്നെ, ചൈനയുടെ ഭരണഘടനയ്ക്കുള്ളിൽ തന്നെ ഷീ ജിൻപിങ്ങിന്റെ തോട്ട്, അതിന് പറയുന്നത് ഷീസ് തോട്ട് ഓൺ സോഷ്യലിസം വിത്ത് ചൈനീസ് ക്യാരക്ടറിസ്റ്റിക്സ് ഫോർ എ ന്യൂ എറ. കമ്മ്യൂണിസ്റ്റ് ചിന്തകൾക്ക് ഷീയുടെ ചിന്താ സരണിയിലൂടെ പുതിയ കാലത്തിന് വേണ്ടിയുള്ള പുതിയ വീക്ഷണങ്ങൾ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സംഗതിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചൈനയുടെയും ഭരണഘടനയുടെ ഭാഗമാക്കി തന്നെ മാറ്റി. അതിനുശേഷം എടുത്ത തീരുമാനം മാവോ സേതുങ്ങിന്റെയും ഡിങ് സിയാവോപിങ്ങിന്റെയും ഒക്കെ അവർ രണ്ടുപേരുമാണ് ഇതിനു പങ്കം ചെയ്തത്. അവർ രണ്ടുപേരുടെയും കാഴ്ചപ്പാടുകൾ എങ്ങനെയാണോ കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ഭരണഘടനയുടെ ഭാഗമായി മാറിയത്, അതുപോലെ ഷീ ജിൻപിങ്ങും അദ്ദേഹത്തിന്റെ ചിന്തകളും അതിന്റെ ഭാഗമാക്കി മാറ്റി. അങ്ങനെ അതോടുകൂടി ഷീ ജിൻപിങ് ചൈനയിലെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത അധികാരിയായി മാറുകയാണ്. ആശയങ്ങളെ പോലും ചോദ്യം ചെയ്യാൻ പാടില്ല. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത്, ഇടയ്ക്ക് പറയുന്നത് മാത്രം, ആഗോള കമ്മ്യൂണിസത്തിന്റെ ചിന്തകനും നേതാവുമായി നമ്മുടെ കൊല്ലത്തെ മറിയം അലക്സാണ്ടർ ബേബി വരാൻ പോകുന്നു എന്ന് ഭയപ്പെട്ടുകൊണ്ട് അതിനു മുമ്പ് തന്നെ കമ്മ്യൂണിസത്തിന് പുതിയൊരു വ്യാഖ്യാനം എഴുതുകയാണോ ഷീ ജിൻപിങ് ചെയ്തതെന്ന് നമുക്ക് ന്യായമായും സംശയിക്കാവുന്നതാണ്. അത് കഴിഞ്ഞു വേറൊരു കാര്യം, ജനറൽ സെക്രട്ടറിക്ക് പൂർണ്ണ അധികാരം. വി മസ്റ്റ് അപ്ഹോൾഡ് ദി
core position in the General Secretary on the party Central Committee and in the party as a whole. ജനറൽ സെക്രട്ടറിക്ക്, അതായത് ഷീ ജിൻപിങ്ങിന്, പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയിലും പാർട്ടിയിലും പൂർണ്ണമായ ഏകാധിപത്യം അനുവദിക്കുന്ന ഒരു പ്രമേയം തന്നെ പാസാക്കിയെടുത്തു. ആ പ്രമേയം മുന്നോട്ട് അവതരിപ്പിച്ചത് പാർട്ടി സമ്മേളനത്തിൽ ഷീ ജിൻപിങ് തന്നെയാണ്. ഞാനാണ് അവസാന അധികാരി എന്ന് പറയുന്നതിന് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് വോട്ടിലിട്ട് കൊടുത്തു. 2958 പേരെ വെച്ച് പങ്കെടുത്തതില് മുഴുവൻ പേരും വോട്ട് ചെയ്തു. കാരണം ഒന്നുകിൽ കഴുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വിമർശനം, അതായത് എതിർത്ത് പറഞ്ഞാൽ കഴുത്ത് വിട്ടു എന്ന് അറിയാവുന്നത് കൊണ്ട് എല്ലാവരും അംഗീകരിച്ചു. അങ്ങനെ ഏകാധിപത്യത്തിന്റെ ഘട്ടത്തിലേക്ക് പോയ ശേഷം ഒന്നും വേണ്ട, കോവിഡ് എന്നുള്ള മഹാമാരിയെ ലോകത്തിന്, ആ മഹാമാരി കൊണ്ട് ലോകത്തെ ഇല്ലാതാക്കി കമ്മ്യൂണിസ്റ്റ് ഫാസിസ്റ്റ് സാമ്രാജ്യത്തെ ലോകം മൊത്തം വളർത്താൻ ശ്രമിച്ച ഷീ ജിൻപിങ് ഇന്ന് ചൈനയുടെ ചരിത്രത്തിൽ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും ശ്രദ്ധേയമായ വെല്ലുവിളികൾ നേരിടുകയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് വളരെ സംശയങ്ങളുണ്ട്. ഭാര്യയും അടുത്ത ബന്ധുക്കളും എവിടെയാണെന്ന് ആർക്കും നിശ്ചയമില്ല. എന്തായാലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് ചൈന പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഇവിടെ ഓർക്കേണ്ടതുണ്ട്, ആ പ്രതീക്ഷ ലോകത്തിന് എന്തെങ്കിലും സമാധാനം തരുമെന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. ഷീ ജിൻപിങ്ങിനെക്കാട്ടിലും അപകടകാരികളായ ആളുകളുടെ കയ്യിലേക്കാകാം അധികാരം പോകുന്നത്. അതോടൊപ്പം തന്നെ ചൈനയുടെ ഉള്ളിലുണ്ടാകുന്ന ആന്തരിക പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഭാരതത്തിന്റെയോ തൈവാന്റെയോ ഒക്കെ മേളില് ഒരക്രമവും പ്രതീക്ഷിക്കാം, അന്യായമായ പ്രവൃത്തികളും പ്രതീക്ഷിക്കാം. ലോകത്തില് സമാധാനം കെടുത്താൻ വേണ്ടി ഇപ്പം അടുത്ത ദിവസം പാകിസ്ഥാന് $3.4 ബില്യൺ സഹായം ചെയ്ത് അവിടെ അക്രമത്തിന്റെ അന്തരീക്ഷം, ഭാരതത്തിനുള്ള അക്രമത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കുന്ന ശ്രമിക്കുകയാണ്. പാകിസ്ഥാനിന് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ നൽകി അമേരിക്കയെ പോലും ടാർഗറ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് ആക്കുകയാണ്. ഇതൊക്കെ നടക്കുന്നത് ഷീ ജിൻപിങ്ങിന് പ്രാധാന്യമില്ലാത്ത മാറി വരാൻ പോകുന്ന ഭരണകൂടത്തില് അധികാരികളാകേണ്ടവർക്ക് പ്രാമുഖ്യമുള്ള കാലഘട്ടത്തിലാണെന്നൂടെ ഓർത്തുകൊണ്ട് വേണം ഇതിനെല്ലാം നോക്കിക്കാണുവാൻ. അതുകൊണ്ട് ഷീ ജിൻപിങ് സ്വന്തം അച്ഛനെയും സഹോദരിയെയും അർദ്ധ സഹോദരിയെയും കമ്മ്യൂണിസത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തെങ്കിൽ, കമ്മ്യൂണിസ്റ്റ് അന്തരീക്ഷത്തിൽ നഷ്ടപ്പെടേണ്ടി വന്നുവെങ്കിൽ ആ അധികാരം തിരിച്ചു പിടിച്ച് ചൈനയുടെയും ലോകത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ എല്ലാം അധിപനായി മാറുകയും ഒക്കെ ചെയ്തെങ്കിലും കാലം, വിധി വീണ്ടും അതിന്റെ കളി കളിക്കുകയാണ്. ഷീ ജിൻപിങ്ങും ചരിത്രത്തിന്റെ കാലത്തിന്റെ വിധിക്ക് വിധേയനാകേണ്ടി വരും. എന്തായാലും അദ്ദേഹത്തിന്റെ ജീവനും ആരോഗ്യത്തിനും ആശംസകൾ. അതിന് സൗഖ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്തേ. എന്തായാലും സാർ ഇത് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത് എല്ലാ ഏകാധിപതികൾക്കും കാലത്തിന്റെ വിധിക്ക് അനുസൃതമായി തന്നെ വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ്. അത്തരത്തിൽ തന്നെ ഷീ ജിൻപിങ്ങിനും ഇത്തരത്തിലൊരു വിധി ഉണ്ടാകുമെന്ന്, പുതിയ മാടമ്പികളാൽ തന്നെ അദ്ദേഹത്തിന് ഒരു അധികാര മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി സർ.